കോഴിക്കോട് മോഷണക്കുറ്റം ആരോപിച്ച് 12 വയസ്സുകാരന് മർദ്ദനമേറ്റതിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് CWC റിപ്പോർട്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോഴിക്കോട് മോഷണക്കുറ്റം ആരോപിച്ച് 12 വയസ്സുകാരന് മർദ്ദനമേറ്റതിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഓഗസ്റ്റ് 6-ന് നടന്ന സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ വൈകി. ശരീരമാസകലം പരിക്കുമായി കുട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടും മർദ്ദിച്ച ബന്ധുക്കൾക്കൊപ്പം തന്നെ കുട്ടിയെ പറഞ്ഞയച്ചു. കുട്ടി പഠിക്കുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകൻ പരാതി നൽകിയിട്ടും കേസെടുത്തില്ല. റൂറൽ SP-ക്ക് CWC നൽകിയ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസമാണ് കൊടുവള്ളി പോലീസ് കേസെടുത്തത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, കൺമുന്നിലൊരു കുഞ്ഞ് പരാതിയുമായിട്ട്, ഒരു കുട്ടി പരാതിയുമായിട്ട് പരിക്കുകളുമായി വന്നു നിൽക്കുമ്പോൾ ആ കുട്ടി പറയുന്നതിന് മുഖവിലേക്ക് എടുക്കാതെ ആരാണോ മർദ്ദിച്ചത് അവർക്കൊപ്പം തന്നെ തിരിച്ചയക്കുക, ബന്ധപ്പെട്ട അധ്യാപകൻ പരാതി പറയുമ്പോൾ ആ പരാതിയും കണക്കിലെടുക്കാതിരിക്കുക. ഇത് എവിടുത്തെ പോലീസാണ്? എങ്ങനെയാണ് പോലീസിന് ഇത് ഇങ്ങനെ നിരുത്തരവാദപരമായി പെരുമാറാൻ കഴിയുക? അഭിജിത്ത് മുഴക്കുന്നത്. അരുൺ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ മാസം 6-ന് നടന്നൊരു സംഭവം, അതിൽ കൊടുവള്ളി പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അതിനൊരു ന്യായീകരണമായി പോലീസ് ഇപ്പോഴും പറയുന്നത് ഒരു പരാതി ഉയർന്നു വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി തന്നെ CWC നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു, സ്വമേധയാ പോലീസിന് അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്യാമായിരുന്നു, അന്വേഷണം നടത്താമായിരുന്നു. കാരണം കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്കാണ് പരിക്ക് പറ്റിയത്. അതും രാത്രി ഏതാണ്ട് 11 മണി സമയത്താണ് ഈ കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതും ഒരു വഴിയാത്രക്കാരൻ്റെ സഹായത്തോടെ. ഈ കുട്ടി അവിടെ എത്തുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് കുട്ടി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിലും ഈ കുട്ടിയുടെ മൊഴിയെടുക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും പരാതിയില്ല എന്നുള്ള ഈ ബന്ധുക്കളുടെ മറുപടിയിൽ പോലീസ് തൃപ്തരായി മടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ അപ്പോഴും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് അരുൺകുമാർ. ഈ കുട്ടിയുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ കുട്ടിയുടെ ശരീരത്തിലെ പരിക്കുകളൊക്കെ കണ്ടതിന് ശേഷം എന്താണ് സംഭവമെന്ന് അന്വേഷിക്കുന്നു. ആ ഘട്ടത്തിൽ കുട്ടി ഈ വിവരം പറയുന്നു. തുടർന്ന് ഈ പ്രധാന അധ്യാപകൻ തന്നെ പോലീസിൽ ഇതൊരു പരാതിയായി നൽകുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഒരു കേസെടുക്കൽ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ CWCയുടെ ഭാഗത്തുണ്ടാകുന്നത്. പിന്നീട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം അറിയിച്ചതനുസരിച്ചാണ് CWCയിലേക്ക് ഈ സംഭവം എത്തുന്നതും തുടർന്ന് CWC നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇതിലൊരു റിപ്പോർട്ട് അത് റൂറൽ SP-ക്ക് നൽകുന്നതും ഉടൻ തന്നെ അടിയന്തരമായി കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം റൂറൽ SP-ക്ക് നൽകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കൊടുവള്ളി പോലീസ് 3 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതൊന്ന് ഈ കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരനാണ്. പിന്നെ മറ്റ് ബന്ധുക്കൾക്കെതിരെയും ഉൾപ്പെടെ അങ്ങനെ 3 പേർക്കെതിരെ നിലവിലേതായാലും കൊടുവള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. JJ ആക്ട് ഉൾപ്പെടെയുള്ളവയാണ് ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. അരുൺകുമാർ, ഏതായാലും FIR രജിസ്റ്റർ ചെയ്യാൻ ഇത്രയും താമസിച്ചത് ഏതായാലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഇങ്ങനെയുള്ള പോലീസിന്റെ ആപ്തവാക്യം ചില സാഹചര്യങ്ങളിൽ മൃദുഭാവേ ആർക്ക് അനുകൂലമായിട്ട് തീരുന്നു? കുട്ടിയെ മർദ്ദിച്ചവർക്ക് അനുകൂലമായിട്ട് തീരുന്നു. ദൃഢകൃത്യേ ചോദിക്കാനും പറയാനും ആളില്ലാത്തവർക്ക് തീരുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊരു മൃദുഭാവം പോലീസ് പുലർത്തിയത് ശരിയായില്ല എന്നൊരാക്ഷേപം ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട്.